നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് വ്യോമയാന വിദഗ്ധൻ കൂടിയായ ജേക്കബ് കെ ഫിലിപ്പ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ മാർഗത്തിലൂടെയായിരുന്നു ജേക്കബ് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ഇക്കാര്യത്തിലും വിശകലനം നടത്തുകയാണ് ജേക്കബ് കെ ഫിലിപ്പ്. ദുരന്തം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ 2 ഫ്യൂവൽ സ്വിച്ചുകളും ഓഫായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇതേക്കുറിച്ചാണ് ജേക്കബ് കെ ഫിലിപ്പ് പ്രതികരിക്കുന്നത്. കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ, ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന മറുപടിയും മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം. ആത്മഹത്യയും കൂട്ടക്കൊലപാതകവുമാകാം എന്നാണ്. അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കാവുന്നതാണെന്നും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ജേക്കബ് ഫിലിപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. പറന്നുയർന്ന 3-ാം സെക്കൻഡിൽ വിമാനത്തിന്റെ 2 എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്താണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ പ്രത്യക്ഷമായ കാരണം എന്ന് വ്യക്തമാകുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതേവരെ യാതൊരു അപകട സൂചനയും ഇല്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാര്യം. പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യും വരെയും അതിനുശേഷം വിമാനം വീണ് തകരുവോളം നടന്ന കാര്യങ്ങളുടെ സമയക്രമം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് 1:07:37 റൺവേയിലേക്ക് നീങ്ങി തുടങ്ങിയ വിമാനം റൺവേയുടെ അറ്റത്ത് എത്തി. മുന്നിലേക്ക് ഓടി ടേക്ക് ഓഫിന് തൊട്ടു മുമ്പുള്ള വേഗമായ V1 153 നോട്ട്സിൽ എത്തുന്നത്. 1:08:33 ഇതെല്ലാം തന്നെ നടക്കുന്നത്. 2 സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ വേഗമായ VR അഥവാ 155 നോട്ട്സിലെത്തി. പിന്നെയും 4 സെക്കൻഡ് കഴിഞ്ഞ് 1:08:39 നിലം വിട്ടുയരുന്നു. വീണ്ടും മുകളിലേക്ക് പറന്നുയരാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം 162 നോട്ട്സും കവിഞ്ഞ് 189 നോട്ട്സിലെത്തിയപ്പോഴേക്കും സമയം 1:08:42 ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും 1 സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെടുന്നു. റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി. ഇടതുവശത്തെ എഞ്ചിനിൽ 1 സ്വിച്ച് ആദ്യവും വലത്തെ എഞ്ചിനിൽ 2 സ്വിച്ച് രണ്ടാമതും. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉയരം റിപ്പോർട്ടിൽ പറയുന്നതില്ല എങ്കിലും 500 അടിയിൽ താഴെയാണെന്ന് കരുതാം. എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കോക്പിറ്റിൽ വോയിസ് റെക്കോർഡറിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. ചോദിച്ച സമയം പക്ഷേ പറയുന്നുമില്ല. ഇന്ധനം നിലച്ചതോടുകൂടി എഞ്ചിനുകൾ സ്വയം ഓഫാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു. പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി. വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ തന്നെ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു. എന്തായാലും ഓഫാക്കി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 1:08:52 ആവുമ്പോഴേക്കും 1-ാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറ്റി. വീണ്ടും ഒരു 4 സെക്കൻഡിന് ശേഷം 2-ാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം പുനഃസ്ഥാപിച്ചു. അതായത് ഓഫാക്കി 13 സെക്കൻഡിന് ശേഷം. ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിന് ഉള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും 2-ാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിൽ എത്തിക്കേണ്ടിയിരുന്ന ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ 1:08:54 സ്വയം സജ്ജമായിരുന്നു. ആദ്യം എഞ്ചിനിൽ നിലച്ച 2 സെക്കൻഡിന് ശേഷം എന്തായാലും ആപത്ത് അടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് 1:09:05 മേഡേ സന്ദേശം പുറത്തിറക്കി. ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് 13 സെക്കൻഡും വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് 9 സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണവുമുണ്ട്. ബോയിങ് 787 വിമാനങ്ങളുടെ ക്വിക്ക് റഫറൻസ് ഹാൻഡ്സ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിനിൽ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ 2.5 മിനിറ്റ് എടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനഃപ്പാടമാക്കിയവരാകാം 2 പൈലറ്റുമാരും. മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ്, കൺസേൺ ഏതാണ് എന്ന ATCയിൽ നിന്ന് ചോദിച്ചുവെങ്കിലും മറുപടി ഏതും തന്നെ ഉണ്ടായില്ല. സെക്കൻഡുകൾക്കകം വിമാനം വീട് തകർന്നു.
ഇന്ധന സ്വിച്ചുകൾ 1 സെക്കൻഡ് ഇടവേളയിൽ ഓഫ് ചെയ്യേണ്ടിയ ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ട കാര്യമായി മാറുന്നത്. പറക്കലിനിടെ 2 എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ 2 എഞ്ചിനുകളും തകരാറിലായി എന്ന പൂർണ്ണ ബോധ്യം വരണം. തീപിടുത്തം ഉണ്ടാവുക, പക്ഷി ഇടിക്കുക, ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ആദ്യ തെളിവ്. എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന ഒരു പൈലറ്റിന്റെ ചോദ്യം. കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ. ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടിയും. മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം. ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും. എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം. ഇനി ഈ റിപ്പോർട്ടിലെ തന്നെ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ പറ്റി നോക്കാം. റാം എയർ ടർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയിരുന്ന എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എപ്പോൾ എന്ന് പറയുന്നില്ല. റാറ്റ് പുറത്തെത്തുന്നത് 2 സാഹചര്യത്തിലാണ്. ഒന്ന്, എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാത്തതിനാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം. APU, ബാറ്ററി തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലും. ടേക്ക് ഓഫിന് ശേഷം 4-ാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സംഗീതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം. വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യവും ഇല്ലല്ലോ. ഇനി റാറ്റ് തനിയെ പുറത്തെത്തുകയാണെങ്കിലോ? അത് 2-ാം സാഹചര്യം. വിമാനത്തിലെ സകലമാന വൈദ്യുത സംവിധാനങ്ങളും എഞ്ചിനുമൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും. പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതുമില്ല. പക്ഷേ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഒരു കാര്യമുണ്ട്. സമയം 1:08:54 അതായത് 1-ാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന APU പ്രവർത്തനക്ഷമമായി. APU പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്ത് ഇറങ്ങുകയില്ല. ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയിലായിരിക്കും ഒരു പക്ഷേ അന്വേഷണത്തിന് വഴി തിരിയുക. മറ്റ് 3 കാര്യം കൂടി. 2-ാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ 4 സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ച് മാറിപ്പോയതാണ് എന്ന വാദം നിലനിൽക്കില്ല. രണ്ടും 2 സ്ഥലത്താണ് എന്ന് മാത്രമല്ല യാതൊരു സാമ്യവുമില്ലാത്തവയുമാണ്. വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾ സ്ട്രീറ്റ് ജേർണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടി വരും. ഭാഗികമായെങ്കിലും തിരുത്തേണ്ടി വരും. എന്തായാലും ഈ അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് സംഭവിച്ചത് എന്താണ്, അഹമ്മദാബാദ് അപകടത്തിന് പിന്നിൽ എന്താണ് എന്ന ചോദ്യത്തിന് ഏകദേശം ഒരു സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഈ പൈലറ്റുമാർ തമ്മിലുണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കമാണോ അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് ആണോ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി സ്വയം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് കൂട്ടക്കൊലപാതകവും കൂടി നടത്താം എന്നുള്ള ഉദ്ദേശമായിരുന്നോ? എന്താണ് അതിന് പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സംഭാഷണം പുറത്തു വരുമ്പോൾ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.